നമസ്കാരം. പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബ മുംബൈ മോഡൽ 2008 മുംബൈയിൽ നടപ്പിലാക്കിയതുപോലുള്ള ഒരു ഭീകരാക്രമണത്തിന് പദ്ധതിയിടുന്നതായിട്ടാണ് റിപ്പോർട്ട്. അതായത് 2008 കടൽ മാർഗത്തിൽ കൂടിയാണ് ഭീകരർ മുംബൈയിലേക്ക് എത്തുന്നത്. ആ ഒരു രീതിയിലുള്ള ആക്രമണത്തിനാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. അതായത് 2008 നവംബർ 21 കറാച്ചിയിൽ നിന്നും, പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് ഒരു ബോട്ടിലാണ് ഈ ഭീകരർ യാത്ര തിരിക്കുന്നതും അതിനുശേഷം മുംബൈക്ക് ഏകദേശം അടുത്തായി എത്തിയതിന് ശേഷം ഒരു മത്സ്യബന്ധന ബോട്ട് ഇവർ പിടിച്ചെടുക്കുകയും അതിലുള്ള മത്സ്യബന്ധന തൊഴിലാളികളെ ആകെ കൊന്നൊടുക്കിയതിനു ശേഷം ആ ബോട്ടുമായിട്ടാണ് മുംബൈയിലേക്ക് എത്തുകയും പിന്നീട് കുപ്രസിദ്ധമായിട്ടുള്ള മുംബൈ ആക്രമണം നടപ്പിലാക്കിയത്. അതായത് ആ രീതിയിലുള്ള ഒരു ആക്രമണ പദ്ധതിക്കാണ് ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബ തയ്യാറെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഭീകരാക്രമണത്തിൻ്റെ ഭാഗമായി വാട്ടർ ഫോഴ്സ് രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബ ഭീകരവാദികൾ നടത്തി വരുന്നത്. അതായത് ഭീകരവാദികൾ കഴിഞ്ഞ ദിവസം ഭീകരർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ലഷ്കർ ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖമായ പാകിസ്ഥാൻ്റെ മർക്കസി മുസ്ലിം ലീഗാണ് വാട്ടർ ഫോഴ്സ് എന്ന പുതിയ പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. ഇവരുടെ നേതാവായ ഹാരിസ് ദാറാണ് ഇതിൻ്റെ ചുമതല ഉള്ളത്. സ്കൂബ ഡൈവിംഗ്, പ്രൊഫഷണൽ നീന്തൽ, ഹൈസ്പീഡ് ബോട്ട് കൈകാര്യം ചെയ്യൽ, വെള്ളത്തിനടിയിലെ ഓപ്പറേഷനുകൾ, സോഷ്യൽ മീഡിയ ഓപ്പറേഷൻ എന്നിവയാണ് ഈ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഭീകര സംഘടനകൾക്ക് നൽകി വരുന്നത്. ഹാരിസ് ദാർ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്, ഇവരുടെ പരിശീലനം പരിശോധിക്കുന്നതുമായ ദൃശ്യങ്ങൾ വീഡിയോയിലൂടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റ് ലഷ്കർ കമാൻഡർമാരും ഈ വാട്ടർ ഫോഴ്സ് പദ്ധതിയുടെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. 1000-ലധികം കൊടും ഭീകരരാണ് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. ഡെപ്യൂട്ടി ചീഫ്, അതായത് ലഷ്കർ ഇ തൊയ്ബയുടെ ഡെപ്യൂട്ടി ചീഫായ ഖാലിദ് കസൂരിയുടെ പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് വാട്ടർ ഫോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2025 പാകിസ്ഥാൻ ആകാശം ഭരിക്കുമെന്നും 2026 കടലുകൾ ഭരിക്കും എന്നാണ് കസൂരി വീമ്പിളക്കിയത്. കസൂരി പറഞ്ഞിരിക്കുന്നത് 2025 ഭീകരർ ആകാശമാർഗ്ഗയുള്ള ആക്രമണത്തിനാണ് പദ്ധതിയിടുന്നത്, 2026 കടൽ മാർഗത്തിൽ കൂടിയുള്ള ആക്രമണത്തിനാണ് പദ്ധതിയിടുന്നത് എന്ന സൂചനയാണ് നൽകിയത്. അത് 2026 ഭാരതത്തെ കടൽ വഴി ആക്രമിക്കും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട പരിശീലന പദ്ധതികളാണ് ഇപ്പോൾ ഇവർ നടപ്പിലാക്കി വരുന്നത്. എന്തു തന്നെ ആയാലും ലഷ്കർ ഇ തൊയ്ബ ഇന്ത്യക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും 2008 ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ തിരിച്ചടിക്കും എന്ന് ഉറപ്പാണ്. ഇന്ത്യയെ അടിക്കുന്ന അതേ മാത്രയിൽ തന്നെ കൃത്യമായി തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തും. പാൽഗാം ഭീകരാക്രമണത്തിൽ അവർക്ക് തിരിച്ചടി കിട്ടിയതാണ്. തീർച്ചയായിട്ടും ഇനിയും ഭാരതത്തിന് നേരെ ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി തന്നെ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.